ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഷിനാസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈൽ മത്തിമുളകിട്ടതാണ്. കുറച്ച് സ്പൈസി ആയിട്ട് തന്നെയുള്ള ഒരു കറിയായിരിക്കും ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിട്ട് കൊടുത്ത ഈ ഉലുവ നന്നായി ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 12 വെളുത്തുള്ളി, 8 ചുവന്നുള്ളി എന്നിവ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൊരിയിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചച്ചുവ നന്നായിട്ട് മാറി കിട്ടണം. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില നമ്മൾ ലാസ്റ്റും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചതച്ചതെല്ലാം നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 വലിയുള്ളി അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറിയ സൈസ് 2 വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ സൈസ് ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. ഈ വലിയുള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഉള്ളിയുടെ നിറം നന്നായി മാറി കിട്ടണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാക്കിയെടുക്കണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറെല്ലാം ഇവിടെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളത് കാരണം ഞാനിതിലേക്ക് ഒരു പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടാതെ നമ്മളിതിലേക്ക് മുളക് പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എരിവിനനുസരിച്ച് നമ്മൾ എരിവ് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വാടി ഉള്ളിയിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാനൊരു 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി നന്നായി മൊരിഞ്ഞ് കിട്ടണം. ഇനി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർത്തിയെടുത്തതാണ്. അതൊരു 1/4 കപ്പോളം ഞാനിവിടെ നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലകളെല്ലാം കൂടി നമ്മൾ ഈ പുളിവെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കണം. ഈ പുളിവെള്ളം മാത്രം നമുക്ക് മീൻ വെന്ത് വരാനായിട്ട് തികയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ സൈസ് മത്തിയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ സൈസ് മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ മലബാർ സ്റ്റൈൽ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു മീൻ കറിയാണിത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.